നമോവാദം ഗൈസ്. ഇപ്പോൾ രാവിലെ എൻ്റെ ചായയിലാണ് തുടങ്ങിയത്. ഇന്ന് ഓഫ് ആയതുകൊണ്ട് തന്നെ ചായ കുടിക്കാനാണ് രാവിലെ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചപ്പോൾ നമ്മുടെ നിഖിലേട്ടനുണ്ടായിരുന്നു ഓഫീസിൽ. നിഖിലേട്ടനെ വിളിച്ച് നിഖിലേട്ടനുണ്ടായിരുന്നു, ഹരിത ചേച്ചി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ആരെ കുട്ടി പോകുന്നു? അപ്പോൾ ഹരിത ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടുന്ന് ശരിയായില്ല ഗൈസ്. അവിടെ നമ്മൾ നേരെ മാക്സിലേക്ക് വിട്ടുകയാണ് തീരുമാനിച്ചു. അവിടെ അടുത്ത് തന്നെയായിരുന്നു. ജസ്റ്റ് മാക്സിൽ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. നേരെ റെഡ് ടേപ്പിൽ പോയി. അവിടെ നമുക്ക് പറ്റിയ സാധനം കിട്ടി. അവിടുന്ന് റെഡ് ടേപ്പിൽ നിന്ന് സാധനം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓൾറെഡി നല്ല ക്ഷീണമുള്ളതോട് തന്നെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നേരെ ജിമ്മിലേക്കാണ്. ഇന്ന് ഓൾറെഡി ബോക്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജിമ്മിൽ പോയി ബോക്സിങ് കാര്യം നല്ല ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടി ഗൈസ്. അതിനുശേഷം നേരെ റൂമിലേക്ക് തിരിച്ചു വന്നു. റൂമിൽ തിരിച്ചു വന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയി. നമ്മുടെ സാറുണ്ടായിരുന്നു. പയ്യനെ കൂട്ടി നേരെ പോയി. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും അടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് തന്നെ പോയി കൊറിയർ എടുത്തു. പയ്യനത് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഫുഡിൻ്റെ ഇടയ്ക്ക് പോയി കൊറിയർ എടുത്തത്. ജസ്റ്റ് നേരെ അവിടെ നിന്ന് നേരെ നമ്മുടെ അടുത്തുള്ള പാതിര സ്പോട്ടിലേക്കാണ്. പാതിരക്കോഴി. ആശാൻ ഉണ്ടായിരുന്നു, സ്റ്റീവൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് പാതിരക്കോഴി പോയി മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ചു ഗൈസ്. അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ റൂമിലേക്കാണ്. ഹലോ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നേരെ റൂമിലേക്കാണ്. റൂമിൽ പോയി കിടന്നുറങ്ങണം. രാവിലെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരോടും വേഗം ബൈ ബൈ ഗായ്സ്.